മനോജയോ ഏവ മഹാജയം. വളരെ വിശ്രുതമായ ഒരു മഹാവാക്യമാണത്. മനസ്സിനെ വിജയിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ജയം. എന്താണ് മനസ്സ്? അതൊരു പ്രതിഭാസമാണ്. മനസ്സ് എന്ന പദം ആദ്യം പ്രയോഗിച്ച് കാണുന്നത് ബൃഹദാരണ്യകോപനിഷത്തിലാണ്. അണ്ഡത്തിൽ ബീജാദാനം നടക്കുന്ന നിമിഷം തന്നെ മനസ്സും ഉണ്ടായി. ആവിർഭാവവും തിരോഭാവവും ഉണ്ടാകുന്നു. ആത്മഭാവങ്ങളെ, സുമഹാത്മാക്കളെ, മനസ്സിനെക്കുറിച്ച് അല്പം നമുക്ക് പരിചിന്തനം നടത്താം. ജനന നിമിഷം മുതൽ ആദ്യം ഉണ്ടായ ആവശ്യം വിശപ്പാണ്. അവിടെ മരണം ആഗ്രഹിക്കുകയാണ് മനസ്സ് ഉണ്ടായെങ്കിൽ എന്ന്. ദഹിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ ദാഹകനും ഇല്ലാതായി പോകുന്നതാണ്. അത് മരണമാണ്. മരണം ഭയപ്പെടുത്തുന്നു. ഭാരതീയ ഋഷിയുടെ നിഗമനം മരണം ജീവനെ ആസൂത്രണം ചെയ്യുന്നു എന്നാണ്. എന്താണ് മരണം? ഇല്ലായ്മയാണ് മരണം. ശൂന്യതയെ ഉന്മ കൊണ്ട് പൂരിതമാക്കാൻ കഴിയുന്നതാണ് ജീവൻ. ഉന്മയാണ് സത്യം എന്ന് ഋഷി പറയുന്നു. ഇരുളിനെ പൊരുളാക്കി വച്ചുകൊണ്ടുള്ള അരുളിൻ്റെ ആവിർഭാവം ഋഷി സദ്രൂപത്തിൽ കാണുന്നു. ജീവൻ്റെ ധനാത്മകതയെ പോഷിപ്പിക്കുന്നത് വിശപ്പാണ്. ജീവനുള്ളിടത്ത് മരണത്തിന് പ്രസക്തിയുള്ളൂ. ജീവനുള്ളിടത്താണ് മരണത്തിന് പ്രസക്തിയുള്ളത്. എവിടെ ആവശ്യമുണ്ടോ അവിടെ ഇതെന്ത് എന്നുള്ള ചോദ്യം ഉയരുന്നു. അതുകൊണ്ടാണ് ജീവൻ്റെ ആദ്യത്തെ വെല്ലുവിളിയുടെ നേർക്ക് ഇതെന്ത്, ഈ ആവശ്യകതയെ എങ്ങനെ ശമിപ്പിക്കാം, ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ബോധത്തിലുണ്ടാകുന്നു. സംശയം, ആകാംക്ഷ, അഭ്യൂഹനം, അന്വേഷണം എന്നിങ്ങനെ അന്ധഃകരണവൃത്തിയിലെ പ്രഥമ വൃത്തിയായി ഋഷിമാർ മനസ്സിനെ കാണുന്നു. മനസ്സ് ഒരു വസ്തുവല്ല, ഒരു വിഷയവുമല്ല, ഒരു അവയവവുമല്ല. അത് ശരീരത്തിലെ അഭിന്നമായ ആത്മാവാണ്. ബോധവൃത്തിയിലെ എല്ലാ പരാക്രമങ്ങളും മനസ്സിൻ്റേതാണ്. വിശപ്പും തൃപ്തിയും ഉദരത്തിലാണിരിക്കുന്നത്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനുഷ്യന് ബന്ധനവും മുക്തിയും നൽകുന്നത് മനസ്സ് തന്നെയാണ്. ശേഷം അടുത്ത സത്സംഗത്തിൽ നമുക്ക് മനന വിഷയമാകാം. സ്വസ്ത്യസ്തു.
ശുഭമസ്തു. സന്തു മംഗളശതാനി.